നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്ത്യ സെപ്റ്റംബർ 30 വരെ നീട്ടിയതോടെ പ്രവാസികളാകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇന്ത്യക്കും ഒമാൻ അടക്കം ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിലെ വിമാന സർവീസുകൾ സാധാരണ പോലെ പുനരാരംഭിക്കുന്നതിനായുള്ള കാത്തിരിപ്പ് അതിനാൽ നീളും. കോവിഡ് 3ാം തരംഗ ഭീഷണി നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ഓഗസ്റ്റ് 31 അവസാനിക്കാനിരിക്കെയാണ് വിലക്ക് പിന്നെയും നീട്ടിയത്. DGCAയുടെ പുതിയ അറിയിപ്പിലായിരുന്നു അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്ത്യ സെപ്റ്റംബർ 30 വരെ നീട്ടിയ കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ അന്താരാഷ്ട്ര ചരക്കു വിമാനങ്ങൾക്കും DGCA അംഗീകാരമുള്ള സർവീസുകൾക്കും അനുമതിയുണ്ട്. കേസുകൾ കുറയുന്നതിനനുസരിച്ച് ചില റൂട്ടുകളിൽ അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുമെന്നും അറിയിപ്പിൽ പറഞ്ഞിരുന്നു. സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിക്കാത്തത് ഒമാനിലെ പ്രവാസികളെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. എയർ ബബിൾ ധാരണ പ്രകാരം ബുധനാഴ്ച മുതലാണ് ഒമാനിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കുക. ഖത്തറിലേക്കും UAEയിലേക്കുമെല്ലാം എയർ ബബിൾ ധാരണയുണ്ടെങ്കിലും ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനികൾ കൂടി സർവീസ് നടത്തുന്നതിനാൽ നിരക്കുകളിൽ കുറവുണ്ട്. എന്നാൽ മസ്കത്തിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചു ദേശീയ വിമാന കമ്പനികളായ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഒമാൻ എയർ, സലാം എയർ എന്നിവ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അതിനാൽ യാത്രാവിലക്കിന് ശേഷം സർവീസ് പുനരാരംഭിക്കുമ്പോൾ എക്കാലത്തെയും ഉയർന്ന നിരക്കുകളാണ് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് മസ്കത്തിലേക്കുള്ളത്. കൊച്ചിയിൽ നിന്ന് സെപ്റ്റംബർ മുഴുവൻ 58,000 രൂപയ്ക്ക് മുകളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരക്ക്. ഒമാൻ എയറിൽ ഇത് 60,000 രൂപയ്ക്ക് മുകളിലാണ്. 2020 ഒക്ടോബറിലാണ് ഒമാനും ഇന്ത്യക്കുമിടയിൽ എയർ ബബിൾ കരാർ പ്രകാരം വിമാന സർവീസ് തുടങ്ങിയത്. തുടക്കത്തിൽ ബജറ്റ് വിമാന കമ്പനികളും സർവീസ് നടത്തിയിരുന്നതിനാൽ താങ്ങാവുന്ന നിരക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നവംബറിൽ രോഗവ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എയർ ബബിൾ ധാരണ പ്രകാരമുള്ള ഒമാനും ഇന്ത്യക്കുമിടയിലെ പ്രതിവാര സീറ്റുകൾ 12,000 കുറച്ചു. ഇതിനുശേഷമാണ് ഗോ എയറിനോടും സ്പൈസ് ജെറ്റിനോടും ഇൻഡിഗോയോടും സർവീസ് നിർത്താൻ ഇന്ത്യൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ഇതിനുശേഷമാണ് നിരക്കുകൾ കുത്തനെ ഉയർന്നത്. സാധാരണ വിമാന സർവീസുകൾ ആരംഭിക്കുകയോ അല്ലാത്ത പക്ഷം എയർ ബബിൾ ധാരണ പ്രകാരമുള്ള പ്രതിവാര സീറ്റുകളുടെ എണ്ണം കൂട്ടി ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനികൾക്ക് അനുമതി നൽകുക കൂടി ചെയ്താൽ മാത്രമേ യാത്രാ നിരക്കുകളിൽ കുറവുണ്ടാകൂ. എന്നാൽ അതിർത്തികൾ അടഞ്ഞ് പല രാജ്യങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യയുടെ വ്യോമയാന മന്ത്രാലയം 28 രാജ്യങ്ങളുമായി എയർ ബബിൾ ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഉടമ്പടിയിൽ UK, US, UAE, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഉണ്ടെങ്കിലും 3ാം തരംഗത്തെ മുൻനിർത്തി ഈ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് മൂലം കഴിഞ്ഞ വർഷം മാർച്ച് 23 അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.